ഹായ്, അപ്പോൾ നമ്മളെ ഷോപ്പ് ഓപ്പൺ ആക്കുക. നമുക്ക് കറക്റ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ഷിഫ്റ്റ് നമുക്ക് ഇന്നലെ വന്നതാണ്. അപ്പോൾ നമുക്ക് സ്പോർട്സ് കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒറ്റ കുറച്ച് വണ്ടി പുറത്തെടുക്കണം. മിററിന്മേൽ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടാണ്, 360 ക്യാമറ ഫിറ്റ് ചെയ്ത് മിററിന്മേൽ. ഇത് ഫ്രണ്ടിൽ വരുന്ന ക്യാമാണ്. ഇത് നമ്മളെ വെൻഡോൻ്റെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ ഡാമ്പിങ് ചെയ്യാനുള്ളതുകൊണ്ട് 4 ഡോറും ബൂട്ടും നമുക്ക് ഡാമ്പിങ് ചെയ്യാനുള്ളത്. അപ്പോൾ ഡോർ പാഡും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. 2 ഡോർ പാഡ് അയച്ചു. ഇനി ബാക്കത്തും കൂടി അയക്കാണ്ട്, ഫ്രണ്ടിൽ 2 ഡോർ അയച്ചിട്ടുണ്ട്. ഇനി ബാക്കത്തെ പാഡും കൂടി അയക്കാനുണ്ട്. ഇനി ഞാനിതാ അയച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നുണ്ട്. അവർക്ക് സ്പോർട്സ് കിറ്റ് ചെയ്യാൻ വേണ്ടി സ്വിഫ്റ്റാണ്, 2022 മോഡൽ സ്വിഫ്റ്റാണ്. അപ്പോൾ അവർക്ക് സ്പോർട്സ് കിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ബോസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം പോയി കിട്ടി, ഞാൻ അടച്ചു ഇനിയും കിട്ടി. അപ്പോൾ നമ്മൾ പോളോൻ്റെ ഹെഡ്ലൈറ്റ് മാറ്റാൻ പോവാണ്. ഇത് സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് ഇപ്പോൾ നമ്മൾ ഷൂവും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്രെറ്റൻ്റെ ലോബിമിൽ ബൾബ് നമ്മൾ മാറ്റുന്നുണ്ട്. 3 കളറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നിലവിലുള്ളത് നമുക്കൊരു ഹലോജൻ ബൾബാണ്. അതേപോലെ തന്നെ ക്രെറ്റൻ്റെ ഫൈനൽ സ്റ്റേജാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗത്ത് ഹെഡ് ലാമ്പ് പോയിട്ടുണ്ട്. ബൾബ് അപ്ഡേറ്റ് ചെയ്യാനാണ് നമ്മൾ ട്രൈ കളർ ബൾബാണ് ഇതിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് പ്രൊജക്ടറിലാണ് നമുക്ക് ലോബീം വന്നിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി വന്നിട്ടുള്ളത് നമുക്ക് ഇതാ കണ്ടോ, ആ ഒരു യെല്ലോ കളറാണ്, ഹലോജൻ ബൾബാണ്. ഇത് മാറ്റിയിട്ട് നമ്മൾ വൈറ്റ് 3 കളറാണ് ഇടുന്നത്. ഹൈ ബീമിൽ നമ്മൾ മാറ്റുന്നില്ല കേട്ടോ. എടാ ഹൈ ബീം അടിക്കേ. ഓക്കെ, അപ്പോൾ ഇതാ ബൾബ് അപ്ഡേറ്റ് ചെയ്യാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഫോഗിൻ്റെ ബൾബ് മാറ്റിയിട്ടുണ്ട്, 3 കളർ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെഡ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഹെഡ് കണ്ടോ, ഈ ഒരു ഹെഡ് ലാമ്പാണ്. നമ്മൾ ഇതിൻ്റെ ബൾബും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ ഒരു മോഡൽ നമുക്ക് ഇവിടെ പോയി ഈ ഒരു മോഡൽ നമുക്ക് ഈ ഒരു മോഡലിൽ ഹൈ ബീം നമുക്ക് ഇൻക്ലൂഡിങ് ആണ് LED. പക്ഷേ ലോ ബീമിൽ ബൾബ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം കണ്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്ന ലൈറ്റ്സ്. എടാ പാർക്കൊന്നോ ഇഗ്നീഷൻ ഓണാക്കെ. ഇതിപ്പോൾ നമുക്ക് ഇഗ്നീഷനാണ് കേട്ടോ. ഇങ്ങനെ സ്കാൻ ആവും കണ്ടോ. ഓക്കെ, പിന്നെ അതിങ്ങനെ ആ ഭാഗം മൊത്തം കത്തി നിൽക്കും. എടാ പാർക്ക് ഓണാക്കെ. ഇത് പാർക്ക് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ ലൈറ്റ്സ് ആട്ടോ, ഒരുപാട് ലൈറ്റ്സ് ഉണ്ട്. പിന്നെടാ ഒന്ന് ലോ ബീം. ഓക്കെ, അപ്പോൾ ഇത് ലോ ബീമിൽ ബൾബ് നമ്മൾ ആഡ് ചെയ്യണം. ഹൈ ബീമിൽ നമുക്ക് ബൾബ് ഇതിൽ ഇൻക്ലൂഡിങ് ആണ് കേട്ടോ. ഓക്കെ, ലോ ബീം ഇട്ടൊക്കെ ഇതിനുള്ള ബൾബ് ഇടാത്തതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്വിഫ്റ്റ് നമുക്ക് ഇന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വന്ന സമയത്ത് നമ്മളതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി ഇറങ്ങിയത്. കാരണം കുറച്ച് അർജൻറ്റുള്ള വണ്ടിയാണ്. കാരണം പെട്ടെന്ന് തന്നെ വർക്കും കാര്യങ്ങളും തീർക്കാനുണ്ട്. ഇത് കണ്ണൂർ വന്ന വണ്ടിയാണ്. നമുക്ക് ZX+ ആണ് വണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് എന്ത് ചെയ്യണം, സ്പോർട്സ് കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അതേപോലെ ആ ഒരു ഓൾറെഡി ഇതിൽ നമുക്ക് ഷോറൂമിൽ കിറ്റും കാര്യങ്ങളും ഉണ്ട്, സർട്ടിഫിക്കറ്റ് പക്ഷേ ഒക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ആ സ്പോർട്സ് കിറ്റിൽ വരുന്ന ആ ഒരു സ്കേർട്സും അതേപോലെ റിയർ ബമ്പർ ഫ്രണ്ട് ബമ്പർ ഒക്കെ നമ്മൾ മാറ്റുന്നുണ്ട്. പിന്നെ നമ്മളിതിന് സ്പോയിലർ ഉണ്ട്. നമുക്ക് ആ ഒരു OE ടൈപ്പ് സ്പോയിലറാണ്. ഈ സ്പോയിലർ മാറ്റിയിട്ട് നമ്മൾ മോൺസ്റ്റർ സ്പോയിലർ അതും ഗ്ലോസി ബ്ലാക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഒരു പോർഷൻ കണ്ടോ, ഹാൻഡിൽ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പിന്നെ ഗ്ലോസി ബ്ലാക്കിലേക്ക് ചെയ്യും. നമ്മൾ എടുക്കാം. നമ്മളിങ്ങനെ ഓരോ ദിവസം ലൊക്കേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ റനീസ പോലെ എടുത്തില്ലേ, ഒക്കെ സെറ്റല്ലേ?
നമ്മളെ സ്വിഫ്റ്റിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കയറ്റി വെച്ചിട്ടാണ് നേരെ ഗ്യാരേജിൽ കൊണ്ടുപോയിട്ട് കയറ്റണം. ഈ ഒരു സ്പീക്കറാണ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്പീക്കറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോണിൻ്റെ സ്പീക്കർ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. ക്വാളിറ്റി വേണമെങ്കിൽ വർക്ക് ചെയ്ത് നോക്കാം നമ്മൾ. അപ്പോൾ അതാ സ്പീക്കറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെക്കാനുള്ളത് ട്യൂട്ടറാണ്. ട്യൂട്ടർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബില്ലവിടെ ട്യൂട്ടർ സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മളെ ക്രെറ്റൻ്റെ ഗ്രില്ലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗ്രില്ലിൻ്റെ മേലെ ഒരു ലൈറ്റ് വരുന്നുണ്ട്, ഒരു ലൈനുള്ള ഒരു ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതുകൂടി സെറ്റ് ചെയ്ത് നമുക്ക് ഗ്രില്ലും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതാ ഇന്ന് കുറച്ച് വൈകിട്ടുണ്ട് കേട്ടോ. നമ്മളെ കറ്റൻ്റെ വർക്ക് ഓൾമോസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്തു. ഇപ്പോൾ ഫ്രണ്ടിലെ DRL കണ്ടോ, ഞാൻ കത്തിച്ച് കാണിച്ചു തരട്ടെല്ലാം. അതേപോലെ ഫോൾഡിങ് മിററും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്റ്റീരിയോ ഉണ്ടോ, സ്റ്റീരിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓയിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊക്കെ ഒന്ന് ഓണാക്കി കാണിച്ചു തരാം കേട്ടോ. അതേപോലെ ഡോർ സ്പീക്കേഴ്സ്, സോണിൻ്റെ സ്പീക്കേഴ്സാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ ഓണാക്കുന്ന സമയത്ത് 360 ഷോപ്പിൻ്റെ ഉള്ളിലാട്ടോ. ഇത് ഫ്രണ്ട് ക്യാമ്, ബാക്ക് ക്യാമ്, ഇങ്ങനെ ഷോപ്പിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ അതേപോലെ ഹെഡ് ലാമ്പിൻ്റെ ബൾബ് DRL ഞാൻ ഇപ്പോൾ കത്തിച്ചിട്ട് കാണിച്ചു തരാം. ഞാൻ ഫൈനൽ ടച്ചിങ്ങിലാണ്. ഇതുണ്ടോ, ഇതാണ് ഫ്രണ്ട് DRL കേട്ടോ. അതേപോലെ പിന്നെ ഇതിൻ്റെ ലൈറ്റ്സ് ബൾബ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതും കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഇന്ത്യയിൽ ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള സിസ്റ്റം കേട്ടോ. അപ്പോൾ ഇത് 360, ഇത് ഫ്രണ്ട് ക്യാമാണ്, ഇത് റിയർ ക്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ക്യാമറൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ലെഫ്റ്റ്, ഇത് റൈറ്റ്, നമ്മൾ റൂമിൻ്റെ ഉള്ളിലായിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളെ കംപ്ലീറ്റ് ഒരു 360 വ്യൂ, 3D ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മളെ ഫ്രണ്ട് DRL നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഫ്രണ്ട് DRL കണ്ടോ, DRL ഫ്രണ്ട് DRL. ഇനി അല്ലേ അതിൻ്റെ ഹെഡ് ലാമ്പ് ഒന്ന് ഓണാക്കണം. ഫ്രണ്ട് DRL ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഹെഡ് ലാമ്പിൻ്റെ ബൾബ് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് അത് കാണിച്ചു തരാം. ഹെഡ് ലാമ്പിൻ്റെ ബൾബ് നമ്മൾ 3 കളറാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് വൈറ്റാണ്. അടുത്തത് ഇത് യെല്ലോ, പിന്നെ വാം വൈറ്റ്. ഇങ്ങനെ 3 ഫംഗ്ഷനാണ്. അതേപോലെ തന്നെ നമ്മൾ മിറർ ഫോൾഡിങ് ചെയ്തിട്ടുണ്ട്. ഏതാ ഫോൾഡാക്കുക. ഓക്കെ, മിറർ ഫോൾഡിങ് ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഫുൾ ഓപ്ഷനിൽ മിറർ ഫോൾഡിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ 4 ഡോർ സ്പീക്കേഴ്സ്, അതേപോലെ സ്റ്റിയറിംഗ് കൺട്രോളിൽ ഉണ്ട് ബട്ടൺസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ മുകൾക്ക് ഇന്ന് രാത്രി വണ്ടി വന്ന് ആദ്യം പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലാണ് ടൈം 1 മണിയല്ല കേട്ടോ, ആകെ 10 മണി എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അതേപോലെ ഇത് പറയാൻ മറന്നു ഞാൻ, റൂഫ് ലൈറ്റ്. കാരണം ഇത് റൂഫ് ലൈറ്റ് ഇല്ലാത്ത വണ്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ റൂഫ് ലൈറ്റും ഇതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഏകദേശം എന്താ രാത്രി അപ്പം ഇതിൻ്റെ വാഷും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഏകദേശം ഫിനിഷ് ആയിട്ടാണ്. അപ്പം ഇനി ഇതിൻ്റെ ഒന്ന് വാഷ് ചെയ്യണം. കാരണം കസ്റ്റമർ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ കൊടുത്തിട്ടുള്ള DRL ഹെഡ് ലാമ്പിൻ്റെ ബൾബ് ഉണ്ടോ, അത് 3 കളറാണ്. അത്യാവശ്യം നല്ല പവറുള്ള ബൾബ് തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് വാഷ് ചെയ്യാമെന്ന് കരുതി. വാഷ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ വണ്ടി ഫുള്ള് വാഷ് ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ നല്ലൊരു മഴ പെയ്തു. വണ്ടി വാഷ് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സൈഡ് റനീസ, സൈഡ് ആ ഇല്ല 30 ഓക്കെയാണ്. അവിടെ പറഞ്ഞു കിട്ടോ അതായിട്ടാണ്. അപ്പോൾ അതാ ക്രെറ്റ ഏകദേശം കഴിഞ്ഞ് പോവാണ്. ഇതെന്തായാലും വീടെടുക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ലോങ് യാത്ര ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ കൊണ്ടുപോകണം കേട്ടോ. ഹൈദരാബാദ് പോകാണ്ട്. അപ്പോൾ അതാ ഇപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മളെ സ്വിഫ്റ്റ് കയറ്റിയിട്ടാണ്. അപ്പോൾ പതിവ് പോലൊക്കെ തന്നെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഫിനിഷായി. അപ്പോൾ ഇനിയും മറ്റു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബായ്. എന്താ റീസ് പറയാനുള്ളത്? കഴിഞ്ഞില്ലേ?
സെറ്റ്.